ദേശീയ ഗെയിംസിന്റെ കൊച്ചിയിലെ സംഘാടനത്തിൽ ആദ്യ ദിനം തന്നെ കല്ലുകടി. സംഘാടകർ പറഞ്ഞ വാക്ക് പാലിക്കാതെ അവഗണിക്കുന്നുവെന്നാരോപിച്ച് സ്കൂൾ കുട്ടികളടക്കമുള്ള വോളണ്ടിയർമാർ തങ്ങളുടെ ജോലിയിൽ നിന്നും പിന്മാറുന്നു. വോളണ്ടിയർമാർക്ക് ഭക്ഷണവും വെള്ളവും യാത്രാ സൗകര്യവും നൽകാതെയാണ് സംഘാടകരുടെ അവഗണന. കൊച്ചിയിലെ 6 വേദികളിലായി 750-ലധികം വോളണ്ടിയർമാരാണ് ഗെയിംസിന് സഹായികളായി ഉള്ളത്. ഒരു ദിവസം 350 രൂപയുടെ ഭക്ഷണം, 150 രൂപ വേതനം, ഇതിനു പുറമെ 5000 രൂപയുടെ യൂണിഫോം കിറ്റ്, യാത്രാ സൗകര്യം എന്നിവയായിരുന്നു സംഘാടകരുടെ വാഗ്ദാനം. 4 ദിവസം ട്രെയിനിങ് നടത്തുകയും തുടർന്ന് ഗെയിംസ് ആരംഭിച്ചിട്ടും ഇതൊന്നും നൽകിയിട്ടില്ലെന്ന് സ്കൂൾ വിദ്യാർത്ഥികളായ വോളണ്ടിയർമാർ പരാതി പറയുന്നു. മിക്കവർക്കും ഭക്ഷണം കൊടുത്തില്ല. എന്നിട്ട് ഞങ്ങളുടെ PT സാറ് ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെ ഭക്ഷണം വരെ കൊടുത്തത്. ഞങ്ങൾക്ക് പറഞ്ഞ സാധനങ്ങളൊന്നും തരികയില്ല. ഒരുമാതിരി അലമ്പായിട്ട് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനി തൊട്ട് വരില്ല. അപ്പോൾ ഒച്ചയുണ്ടാക്കിയ കുറച്ച് പേർക്ക് 100 രൂപ കൊടുത്തു വിട്ടു. ബാക്കിയുള്ളവർക്ക് ഇവിടെ വരുമ്പോൾ തരാമെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ പണിയല്ല പല വോളണ്ടിയർമാരും ചെയ്യേണ്ടി വരുന്നത്. പരാതി പറയുന്നവരെ സംഘാടകർ പറഞ്ഞുവിടുകയാണ്. കായിക താരങ്ങൾക്ക് പോലും ഭക്ഷണം ലഭിക്കുന്നില്ലെന്ന് പരാതിയുമുണ്ട്. ദേശീയ ഗെയിംസിന്റെ പേരിൽ ലക്ഷങ്ങൾ കട്ടുമുടിച്ചു. എന്തായാലും സംഘാടകരോട് ഈ കുട്ടികൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ യൂണിഫോം പറഞ്ഞ കാശ് തന്നെ. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനോടൊപ്പം സഹിൻ ആന്റണി, റിപ്പോർട്ടർ.